അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ആ ബ്രൗൺ ഭാഗം ഒന്നും എടുക്കരുത്. തേങ്ങ ചിരകി എടുക്കുന്ന സമയത്ത് ആ തേങ്ങയുടെ വെള്ള ഭാഗം മാത്രം എടുക്കുക. തേങ്ങയുടെ വെള്ള ഭാഗം മാത്രം ചിരകി എടുക്കുക, ബ്രൗൺ ഭാഗം എടുക്കരുത്. അപ്പൊ അളവ് കപ്പിനാണ് ഞാനിപ്പോ 1.5 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസിന്റെ അളവിൽ തേങ്ങ ചിരകിയതും ബാക്കിയെല്ലാം ആ ഒരു അളവിൽ തന്നെ അളന്നിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1.25 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ഫസ്റ്റ് 1-ാം പാൽ എടുക്കണം. അപ്പോൾ 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അളവ് കപ്പിനാണ്. നിങ്ങൾ എടുക്കുന്ന ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബൗളിന്റെ അളവിലാണെന്നുണ്ടെങ്കിലോ ആ ബൗളിന്റെയോ ഗ്ലാസിന്റെ അളവിൽ തന്നെ 1.25 ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ 1.25 ബൗള് വെള്ളമോ ഒഴിച്ചു കൊടുക്കുക. അളവുകളെല്ലാം കൃത്യമായിരിക്കണം, എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഹൈ സ്പീഡിലിട്ടിട്ട് 30 സെക്കൻഡ് അടിച്ചെടുക്കാം. 1-ാം പാലിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ പാലൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത തേങ്ങ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് വലിപ്പമുള്ള ഹോളിൽ കൂടെയാണ് അരിച്ചൊഴിക്കുന്നത്. രണ്ടാമത് ഒന്നുകൂടി നമുക്ക് അരിച്ചൊഴിക്കണം. അപ്പോൾ പെട്ടെന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പയിൽ കൂടെയാണ് അരിച്ചൊഴിക്കുന്നത്. പിന്നെ കൈവച്ച് തന്നെ പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ ഈ തേങ്ങ അടിച്ചെടുത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മുറുക്കി പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ മുറുക്കി പിഴിഞ്ഞ് എടുക്കുക. ബാക്കി കൊത്ത് നമുക്ക് ഒന്നും കൂടി മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത തേങ്ങ പാലെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അതേ അളവിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത അതേ അളവിൽ തന്നെ 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ടോട്ടൽ 2.5 കപ്പ് തേങ്ങാപ്പാൽ വേണം. വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. 2-ാം പാലിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു 40 സെക്കൻഡ് ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. വീണ്ടും ഒന്ന് അരിച്ചെടുക്കാം. കൈ കൊണ്ട് മുറുക്കി പിഴിഞ്ഞ് തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ ആ പാല് മുഴുവനും കിട്ടുള്ളൂ. നല്ലോണം മുറുക്കി പിഴിഞ്ഞെടുക്കാം. ഇനി ഈ കൊത്ത് നമുക്ക് ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഈ കൊത്ത് കളയേണ്ട ആവശ്യമില്ല. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിൻ്റെ ഈർപ്പൊക്കെ മാറി വരുന്നത് വരെ നിറം മാറാത്ത രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. അരിച്ചെടുത്ത തേങ്ങാപ്പാൽ എത്ര കപ്പ് ഉണ്ടെന്ന് അളന്ന് കാണിച്ചു തരാം. 1 കപ്പ്, രണ്ടാമത്തെ കപ്പ് 2.5 കപ്പ് തേങ്ങാപ്പാലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അളവ് കപ്പിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഗ്ലാസ്സിലോ ബൗളിലോ ആണെന്നുണ്ടെങ്കിൽ 1/2 ബൗളോ 1/2 ഗ്ലാസ്സോ പഞ്ചസാര എടുക്കാം. ഇതൊരു നോർമൽ മധുരമാണ്. പിന്നെ നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള നല്ല മധുരമൊക്കെ ആയിരിക്കുമല്ലോ കിണ്ണത്തപ്പത്തിന്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല, ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി. തൊണ്ട് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. പിന്നെ ഒരു 2 നുള്ള് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടി പോവരുത്, ഒരു 2 നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാം. പഞ്ചസാരയും ഏലക്കയും ചെറിയ ജീരകവും നന്നായിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര ഈ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇല്ലാന്നുണ്ടെങ്കിൽ പശുവും പാലിലും ചെയ്തിട്ടെടുക്കാം. പകുതി പശുവും പാലും പകുതി തേങ്ങാപ്പാലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. എല്ലാം ടേസ്റ്റ് ഒന്ന് തന്നെയാണ്. പക്ഷെ തേങ്ങാപ്പാൽ ചെയ്തിട്ടെടുക്കുമ്പോൾ ആ ഒറിജിനൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാൻ. പിന്നെ കറക്റ്റ് അളവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അളവുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം. കുത്തി നിറച്ച് കോൺഫ്ലോർ എടുക്കരുത്, ലെവൽ ചെയ്ത് കോൺഫ്ലോർ എടുക്കാം. നമ്മളിപ്പോൾ അളവ് കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്ലാസിൻ്റെയോ ബൗളിൻ്റെയോ അളവിലാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ്സോ 1/2 ബൗളോ കോൺഫ്ലോർ അളന്നെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ, കൂടുതലായി പോരുത്. പിന്നെ ഉപ്പിൻ്റെ ഒരു ചെവ ഉണ്ടാവും. ഒരു നുള്ള് ഉപ്പ് കൂടുതൽ ചേർക്കാതിരിക്കുക. പിന്നെ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒന്നുകൂടി നമുക്ക് ചായ അരിക്കുന്ന അരിപ്പുണ്ടല്ലോ, അതിൽ ഒന്നുകൂടി ഒന്ന് അരിക്കണം. വീണ്ടും അരിച്ചൊഴിക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ മുട്ട ചേർക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. മുട്ട ചേർത്താലും മുട്ട ചേർത്തില്ലെങ്കിലും ടേസ്റ്റ് ഒന്നും ഒരു വ്യത്യാസമില്ല. നിങ്ങൾക്ക് മുട്ട ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രം, ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രം ആദ്യമേ തന്നെ ഇതുപോലെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിത് ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രം ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല, ഇതിലേക്ക് ഇതുപോലെ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും, പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. നമ്മളെ കല്യാണ വീടുകളിൽ നിന്നും കിട്ടുന്ന ആ ഒരു കിണ്ണത്തപ്പം, അതാണ് അതിൻ്റെ സീക്രട്ട്. ഇങ്ങനെയാണ്, പലർക്കും അറിയില്ല ആ ഒരു കിണ്ണത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക, അതേ ടേസ്റ്റും അതേ ടെക്സ്ചറും ഒക്കെയാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇളക്കി കൊടുക്കും തോറും ചെറിയ ചെറിയ കട്ടകൾ പോലെ വരും, അതൊന്നും കുഴപ്പമില്ല. ഇതുപോലെ കട്ടകളാവുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക, എന്നിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സോ ഉണക്കമുന്തിരിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ടിട്ട് കൊടുക്കാം, അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ വെറുതെയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ കല്യാണ വീട്ടുകളിൽ നിന്നും ബേക്കറികളിൽ നിന്നും ഒക്കെ കിട്ടുന്ന കിണ്ണത്തപ്പം പ്ലെയിൻ ആയിട്ടല്ലേ ഇരിക്കുന്നത്, ആ ഒരു രീതിക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, ഇതുപോലെ കുറുകി വരും. പോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1.5 മുതൽ 2 ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. സൈഡിലേക്ക് പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കൈവിടാതെ ഇളക്കി കൊടുക്കുക. തിള വന്നതിന് ശേഷം കുമ്പള പോലെ തിള വരും. തിള വന്നതിന് ശേഷം 2 മിനിറ്റും കൂടിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, കുമ്പള പോലെ തിള വന്നതിന് ശേഷം വീണ്ടും 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതുപോലെ തിള വന്നതിന് ശേഷം 2-3 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ വിട്ട് വരും. കടായിൽ നിന്നോ പാനിൽ നിന്നോ ഇതുപോലെ ജെല്ലി പോലെ വിട്ട് വരും, ഒട്ടിപ്പിടിക്കാതെ. ആ ഒരു പരുവാകുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നെയ്യ് തടവിയ പാത്രത്തിൽ ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റ് ആവും. ഇപ്പൊ ഇത് നല്ല ചൂടാണ്, ഇതിന്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറട്ടെ. അപ്പോൾ ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. വിടിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി പ്ലേറ്റ് മെല്ലെ ഒന്ന് തുറന്നു നോക്കാം. ഇത് അടിപൊളിയായിട്ട് വീണ് കിട്ടിയിട്ടുണ്ട്. ഈ കിണ്ണത്തപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി വേണ്ട, അതുപോലെ തന്നെ പച്ചരി ഒന്നും അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും, നല്ല സൂപ്പർ ടേസ്റ്റിൽ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. അപ്പൊ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ജെല്ലി പോലെ ഇരിപ്പുണ്ട്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും, അത്രയ്ക്ക് അടിപൊളിയാണ് ഈ കിണ്ണത്തപ്പം. വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങുന്ന ഈ ഒരു കിണ്ണത്തപ്പം എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്